നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. സാരംഗ് PS കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ ചിന്തിക്കുന്നു തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ്? സ്ഥാനാർത്ഥി നിർണയം വിവിധ മുന്നണികളുടെ എല്ലാം പൂർത്തിയായോ? വിനിഷ, നിലവിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാം ഘട്ടം നിലവിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് പക്ഷേ പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന കാരണമായിരിക്കാം വീണ്ടും നീട്ടിവെച്ചിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കും. പ്രധാനമായും കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിയോഗിക്കുക. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഒരു വലിയ പ്രാധാന്യം നൽകി, അതായത് നാട് ഇനി വരുന്ന യുവതലമുറ നാട് നയിക്കട്ടെ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു രീതി തന്നെയാണ് തൃശ്ശൂരിലും നടപ്പിലാക്കാൻ പോകുന്നത്. എന്തിനേലും യുവാക്കളായിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ കോർ കമ്മിറ്റി യോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തിനായാലും ഒരുപക്ഷെ BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തൃശ്ശൂർ ജനത നിന്നിട്ടുള്ളത് എന്നും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ്, അല്ലെങ്കിൽ LDFനൊപ്പം തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഈ 111 തദ്ദേശീയ സ്ഥാപനങ്ങളിലും വലിയ മേൽക്കോയ്മ ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു. പ്രധാനമായും കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻനിർത്തിക്കൊണ്ട് വലിയ വികസന മാതൃകകളാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ, അതായത് LDF ഭരിച്ചിരുന്ന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും പല ഘട്ടങ്ങളാണ്. അത് എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് പറയേണ്ടത്. പ്രധാനമായും ഈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൽ സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലായൂർ എന്ന ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആ ലാലൂർ എന്ന മാലിന്യ ഭൂമി ഇപ്പോൾ ഏതാണ്ട് ഒരു സ്വർഗഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സവിശേഷത തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അങ്ങനെ നിരവധി രംഗങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരുന്നു ഈ കോർപ്പറേഷന്റെ ഇതുവരെയുള്ള കാലയളവ്, അല്ലെങ്കിൽ ഭരണം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് തൃശ്ശൂർ ജനത എന്ത് തന്നെയായാലും ഇടതുപക്ഷത്തിന്റെ ഒപ്പം തന്നെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അത്തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു വികസനമായിരുന്നു ഇതുവരെ ഇടതുപക്ഷ ഭരണത്തിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ചെയ്തു വന്നിട്ടുള്ളത്. എന്തിനായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടുകൂടി LDFന്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണങ്ങൾ കൂടുതൽ തീവ്രമായിട്ട് ആരംഭിക്കും. അതേസമയം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ തർക്കം തന്നെ, അതായത് ആദ്യഘട്ട പത്രികയില സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടുകൂടി തന്നെ വലിയ ഒരു തർക്കം രൂപപ്പെട്ടു എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളെ ഒഴിച്ചു മാറ്റി, അല്ലെങ്കിൽ അവർ ശുപാർശ ചെയ്തിട്ടുള്ള പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ കോൺഗ്രസിനകത്ത് ഒരു അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാം ഘട്ടം വൈകുന്നത് ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു തർക്കം നിലനിൽക്കുന്നതിന്റെ കാരണം കൊണ്ടാകാം. രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ തർക്കം വലിയൊരു അടിയിലേക്ക്, അല്ലെങ്കിൽ കൂട്ടയടിയിലേക്ക് മാറാനാണ് ഇതുവരെ കണ്ടുവന്നതുപോലെ തന്നെ വലിയൊരു കൂട്ടയടിയിലേക്ക് മാറാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജനത വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട്. അത് എന്തായാലും ഇടതുപക്ഷം തന്നെയായിരിക്കും. കാരണം അത്രമാത്രം സമഗ്രമായിട്ടുള്ള വികസനമാണ്. അത് ഓരോ മേഖലകളിലും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വലിയ വികസന പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ വികസന മാതൃകകളാണ് ഇതിനോടകം തന്നെ ഇടതുപക്ഷം ചെയ്തു വന്നിട്ടുള്ളത്. വിനീഷ. ശരി സാരംഗ, തൃശ്ശൂരിന്റെ ഒരു പൊതുചിത്രം പങ്കുവയ്ക്കുകയായിരുന്നു സാരംഗ്.